ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇപ്പോൾ വളരെ അധികം രൂക്ഷമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ബലൂചിസ്ഥാന് അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള രൂക്ഷമായിട്ടുള്ള അവരുടെ ആക്രമണങ്ങൾ പാകിസ്ഥാനി സ്റ്റേറ്റിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ പാകിസ്ഥാനെ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ തിരിച്ച് നമുക്ക് എപ്പോൾ എങ്ങനെ പണി തരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ സാധിക്കത്തില്ല. അപ്പം അവിടെ എന്ത് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാലും, എന്ത് വെടിവെപ്പ് നടന്നാലും, ബോംബ് സ്ഫോടനം നടന്നു കഴിഞ്ഞാലും, അപ്പം അതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളൊരു പ്രസ്താവന ഉടൻ തന്നെ ഒന്നുകിൽ ആർമിയുടെ ഭാഗത്തുനിന്നോ, അല്ലെങ്കിൽ അവരുടെ സിവിലിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ, അല്ലെങ്കിൽ ISIയുടെ ഭാഗത്തുനിന്നോ ഒക്കെ തന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പതിവ് പ്രസ്താവനകളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും ഈ ബലൂചിസ്ഥാനിൽ ഇപ്പോൾ ഈ ട്രെയിൻ ഹൈജാക്കിങ്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ട്രെയിൻ ഹൈജാക്ക് ചെയ്തതിനു ശേഷവും അവർ ഇത് തന്നെയാണ് പറഞ്ഞത്. പാകിസ്ഥാൻ ബ്ലെയിംസ് ഇന്ത്യ അഗെയിൻ ഫോർ ബലൂച്ച് ടെറർ അറ്റാക്സ് എന്നാണ് പറയുന്നത്. അവരുടെ ISന്റെ, അതായത് പാകിസ്ഥാന്റെ മിലിറ്ററി, അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലെ അവരുടെ പ്രൊവിൻഷ്യൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ബലൂചിസ്ഥാനുള്ള ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം പോലെയുള്ള ഒരു പ്രൊവിൻസ് ആണല്ലോ ബലൂചിസ്ഥാൻ എന്ന്. അപ്പം അവിടുത്തെ ചീഫ് മിനിസ്റ്ററും പാകിസ്ഥാന്റെ മിലിറ്ററിയും പാകിസ്ഥാന്റെ ഗവൺമെന്റും എല്ലാം, അതുപോലെ തന്നെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഷഹ്ബാസ് ഷെരീഫ്, ഇതെല്ലാം ഇന്ത്യയാണ് ബ്ലെയിം ചെയ്തിരിക്കുന്നത്. എന്തിന്? അവിടുത്തെ ട്രെയിൻ ഹൈജാക്കിങ്ങിന് ഇന്ത്യ ബ്ലെയിം ചെയ്യുന്ന പറഞ്ഞാൽ ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആണ് ഇതിൻ്റെ പിന്നിൽ ഫണ്ട് ചെയ്യുന്നതും ഇത് പ്ലാൻ ചെയ്യുന്നതും. ഇത് മാത്രമല്ല, അവിടെ നടക്കുന്ന പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാത്തരം ബോംബ് സ്ഫോടനങ്ങൾക്കും അല്ലെങ്കിൽ ഗൺ ഫൈറ്റ്, ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ഇന്റലിജൻസ് വിങ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് RAW ആണ് ഇതിൻ്റെ ചീഫ് ഫൈനാൻസിയറും പ്ലാനറും ഒക്കെയാണ് ഈ പറഞ്ഞ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പതിവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് അവർ പിന്നെ പറയുന്നത്, പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള CPEC വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആണല്ലോ, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ അത് $60 ബില്യൺ ഡോളറിന് മേളിൽ വരുന്ന ഒരു വലിയൊരു മെഗാ പ്രോജക്റ്റാണ്. അപ്പോൾ അതിനെ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് പാകിസ്ഥാൻ്റെ സ്ഥിരം പല്ലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷനോ അല്ലെങ്കിൽ അക്സെപ്റ്റൻസോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സ്റ്റേറ്റഡ് പോളിസി അല്ല എന്നുള്ളത് കാര്യം നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം നമ്മുടെ സ്റ്റേറ്റിൻ്റെ പോളിസി ആണല്ലോ തീർച്ചയായിട്ടും നമ്മളുടെ ഓരോ പൗരന്മാരുടെയും പോളിസി ആകേണ്ടത്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് നമുക്കൊന്നും തീർച്ചയായിട്ടും പ്രസ്താവനകൾ പറയാനോ ഇറക്കാനൊന്നും കഴിയില്ല. ഇപ്പോൾ പാകിസ്ഥാൻ പറയുകയാണ് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ നമ്മളും ശരിയാണ്, ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിൽ, ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ടൊന്നും ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയും നമ്മൾ പുറമോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10, 35, 40 വർഷമായിട്ട് പാകിസ്ഥാൻ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ISIയും മിലിറ്ററിയും നമ്മുടെ കാശ്മീരിലും ഇന്ത്യയുടെ മറ്റു പല പ്രദേശങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ, കാശ്മീരിൽ പ്രത്യേകിച്ച് വളരെ ശക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ എത്ര കാലമായിട്ട് വളരെ സമാധാനപരമായിട്ട് പാകിസ്ഥാനോടും അല്ലെങ്കിൽ മറ്റ് പല ഇന്റർനാഷണൽ ഫോറംസിലും ഒക്കെ തന്നെ പോയിട്ട്, അത് UN ശരി, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലായാലും ശരി, അല്ല മറ്റേതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ തന്നെ, അത് മൾട്ടിലാറ്ററലായിട്ടുള്ള മറ്റു രാജ്യങ്ങളെല്ലാം കൂടുന്ന പ്ലാറ്റ്ഫോമിൽ ചെന്ന് ഇന്ത്യ ശക്തമായിട്ട് പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യുകയും, അല്ലെങ്കിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യയിൽ നടത്തുന്നത്, ഇൻസർജൻസി എല്ലാം നടത്തുന്നത് പാകിസ്ഥാനാണെന്നൊക്കെ നമ്മൾ വളരെ ശക്തമായിട്ട് നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോഴും ലോകരാജ്യങ്ങളൊന്നും അത് കേൾക്കുവാൻ തയ്യാറായിട്ടില്ല. പാകിസ്ഥാൻ വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളല്ല ഇതിന് കാരണക്കാർ, ഞങ്ങൾക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നാണ് പാകിസ്ഥാൻ ഇത്രയും നാളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല.
കാരണം ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പാകിസ്ഥാനാണെന്നും പാകിസ്ഥാന്റെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഇന്റലിജൻസ് വിങ് ISI ആണെന്നൊന്നും ഒരിക്കലും അവർ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നം ആണിതെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം ഇതിനകത്ത് നമുക്ക് റോളൊന്നുമില്ല എന്നാണ് ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ് പോളിസി തന്നെ. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, ഇന്ത്യയുടെ ഭരണകൂടമോ അല്ലെങ്കിൽ ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സംവിധാനങ്ങൾക്കോ ഇത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ പിന്നിലുള്ള സത്യങ്ങൾ നമുക്കറിയത്തില്ലെന്ന് വരുന്നത്. പക്ഷേ ജിയോ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമാണിത്. ഇന്ത്യ പാകിസ്ഥാൻ റിലേഷന്റെ ഒരു ഭാഗമല്ല. ഇത് ലാർജർ ജിയോ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമായതുകൊണ്ട് നമുക്കതിനെ അങ്ങനെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം പാകിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ നമ്മളെപ്പോലുള്ള ജനങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ തന്നെയും ഇന്ത്യക്ക് മാത്രമല്ല അതിനകത്ത് താല്പര്യമുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ചൈനയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വൻതോതിലുള്ള സ്വാധീനം, പിന്നെ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റം പാകിസ്ഥാൻ ഒരു കോളനിയായിട്ട് അത് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഈ സീപ്പൊക്കെ അല്ലെങ്കിൽ ഗദാർ പോർട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് മാത്രമല്ല ഭീഷണിയാകുന്നത്, അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്കും അത് തീർച്ചയായിട്ടും വലിയൊരു ഭീഷണി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പാകിസ്ഥാന്റെ ഈ ഡീസ്റ്റെബിലൈസേഷൻ ഇന്ത്യക്ക് മാത്രമല്ല താല്പര്യമുള്ളത്, മറ്റു പല പവേഴ്സായിട്ടുള്ള ഈവൻ അമേരിക്കയ്ക്ക് പോലും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഗ്രേറ്റർ ഇസ്രായേലിന്റെ ഒരു ഭാഗം കൂടാണ് നമ്മൾ ഈ കാണുന്ന പാകിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അത് നമുക്ക് മറ്റൊരു വീഡിയോക്കകത്ത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് മാത്രമാണ് അതിൽ പങ്കുണ്ട് എന്ന് പാകിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. അവർ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഫണ്ട് ചെയ്യുന്നതും അതിനുള്ള ഇന്റലിജൻസ് കൊടുക്കുന്നതും ആയുധങ്ങൾ കൊടുക്കുന്നതും എല്ലാം ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആണ്. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവർ ഈവൻ അമേരിക്ക പോലും അവരെ ടെറർ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവിധ സഹായങ്ങളും കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യയായിട്ട് വളരെ കൊളാബറേറ്റ് ചെയ്താണ് ഈ പറഞ്ഞ ബലോച്ച് ഡിസിഡൻസ് പ്രവർത്തിക്കുന്നതൊക്കെയാണ് പാകിസ്ഥാന്റെ ഭാഗം. പക്ഷെ അതത്ര നമുക്കതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞത്, പാകിസ്ഥാനെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് കനത്ത വില ഇനിയും ഭാവിയിൽ കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം തന്നെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടുത്തെ ട്രെയിൻ ഹൈജാക്ക് നടത്തിയതിനു ശേഷം പാകിസ്ഥാനിൽ അവരുടെ മുഖ്യധാരയിൽ പ്രത്യേകിച്ച് അവരുടെ ഡിഫൻസ് ഇന്റലിജൻസ് സെക്ടറിലൊക്കെ തന്നെ ഈ മേഖലകളിലൊക്കെ പഠനങ്ങൾ നടത്തുന്നവരും അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള തീർച്ചയായിട്ടും തലങ്ങളിൽ നിന്ന് അങ്ങനൊരു ഡിക്ലറേഷൻ വരത്തില്ല. കാരണം അത് എപ്പോഴും സീക്രട്ട് ആയിരിക്കും. ഒഫീഷ്യൽ സീക്രട്ട് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് വരത്തില്ല. പക്ഷേ ഇവിടുത്തെ നമ്മൾ ഈ ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബാക്ക്ഡ് ഡിഫൻസ് അനലിസ്റ്റ്, എന്നിട്ട് ഡിഫൻസിനെ കുറിച്ചും സെക്യൂരിറ്റിയെ കുറിച്ചും ഇന്റലിജൻസിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നവരും ആ മേഖലയിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, പാകിസ്ഥാനിലെ കാര്യമാണത്, അതിനെ അവലോകനം ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നത് സെപ്പറേറ്റ് ഡെസ്ക് ഇന്ത്യയിൽ, എന്നുവെച്ചാൽ ഓരോ വിഭാഗത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുക, ഇന്ത്യക്കെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ സെപ്പറേറ്റ് ഡെസ്ക് വേണം. ഡെസ്ക് എന്ന് പറഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് അവരുടെ ഇന്റലിജൻസിലും മിലിറ്ററിയിലും വേണമെന്നാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളിൽ ഏറെക്കുറെ നിറഞ്ഞു നിൽക്കുന്നതല്ല. അപ്പം ഒത്തിരി സെവറൽ പാകിസ്ഥാൻ ബാക്ക്ഡ് ഡിഫൻസ് അനലിസ്റ്റ് എന്നാണ് സോഷ്യൽ മീഡിയയിലും, അതായത് ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് മുഖ്യധാര മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വന്നിരുന്നുകൊണ്ട് അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റിനോട് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ഭരണകൂടത്തിന് വെളിയിലുള്ള ഒരു ശബ്ദമല്ല തീർച്ചയായിട്ടും അന്നേരം. ഇത് ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നറേറ്റീവ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ പറയുന്നത് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ വിഭാഗത്തിനും വേണ്ടിയ ഡെസ്കുകൾ അല്ലെങ്കിൽ ഡിവിഷൻസ് അവിടെ ഉണ്ടാക്കിയെടുക്കണം. ഇന്ത്യയെ ഇനിയും വരുന്ന കാലങ്ങളിൽ കൂടുതൽ ഇന്ത്യക്കെതിരെയുള്ള ആന്റി ഇന്ത്യ ഓപ്പറേഷൻസ് ശക്തമാക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പാകിസ്ഥാന്റെ നമുക്കറിയാം നൊട്ടോറിയസ് ISI, ഈ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ആണല്ലോ ഈ പറഞ്ഞ ആന്റി ഇന്ത്യ ഓപ്പറേഷൻസ് എല്ലാം. അവർ നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ആന്റി ഇന്ത്യ ഓപ്പറേഷൻസ് എല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതെല്ലാം അവരുടെ ഇന്റലിജൻസ് വിങ് ആയിട്ടുള്ള ISI ആണ്. അപ്പോൾ ISIയും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയാണ് ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ട്രെയിൻ ഹൈജാക്കിന്റെ പിന്നിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA സഹായിക്കുന്നതും ഇപ്പൊ ഈ പറഞ്ഞ അറ്റാക്കിന്റെ എല്ലാം പിന്നിൽ ഇന്ത്യയാണെന്നാണ് അവർ ശക്തമായിട്ട് പറയുന്നത്.
അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം പ്രത്യേകം ഡെസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാലിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വിഘടനവാദത്തിന് വേണ്ടി ഒരു ഡെസ്ക്, കാശ്മീരിന് വേണ്ടി, നാഗാലാൻഡിന് വേണ്ടി, മണിപ്പൂരിന് വേണ്ടി. അപ്പോൾ ഇതെല്ലാം ഡെസ്ക്കാണ്. ഖാലിസ്ഥാൻ ഡെസ്ക് വേണം, കാശ്മീർ ഡെസ്ക് വേണം, നാഗാലാൻഡ്. എന്ന് വെച്ചാൽ ഈ പ്രദേശങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുവാൻ പാകിസ്ഥാൻ ഇനിയും നടപടികൾ എടുക്കണമെന്നാണ് അവിടുത്തെ ചർച്ചകൾ ഇപ്പോൾ നടന്നത്. അതുപോലെ വെസ്റ്റ് ബംഗാൾ, മണിപ്പൂർ, ജുനാഗഡ്, അതുപോലെ തമിഴ് ടൈഗർ ഡെസ്ക്. എന്നുവെച്ചാൽ ഇപ്പോൾ നമുക്ക് കേൾക്കുവാൻ കഴിയാത്ത മറ്റേ തമിഴ് LTTE, അതിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട്, തീർച്ചയായിട്ടും LTTEയുടെ പ്രസൻസ് ഉണ്ട് ഇപ്പോഴും ശ്രീലങ്കയിലോ, അല്ലെങ്കിൽ വളരെ ഡോർമെൻ്റ് ആണ്, അത് സ്ലീപ്പർ സെല്ലോ ഇരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ. LTTE പൂർണ്ണമായിട്ടും ഒരിക്കലും വൈപ്പ് ഓഫ് ആയി പോയിട്ടില്ല. വിലപ്പുള്ള പ്രഭാകരൻ വെടിവെച്ച് കൊന്നു. അതോടുകൂടി ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ആ ആഭ്യന്തര പ്രശ്നത്തിനൊരു വിരാമം ഉണ്ടായി. എന്നിരുന്നാലും LTTE ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ നോർത്ത് ശ്രീലങ്കയിലും ഒക്കെ, ജാഫ്ന അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ LTTEയുടെ പ്രസൻസ് ഇപ്പോഴും വളരെ ഒരു സ്ലീപ്പർ സെല്ലായിട്ടുണ്ട്. കാരണം അതിനെയൊക്കെ ഈ പറഞ്ഞ ഇന്ത്യക്കെതിരെ ഉള്ള ഓപ്പറേഷൻസിന് വേണ്ടി ആരൊക്കെയാണ് താല്പര്യമുള്ള അവരെല്ലാം അതിനെ തീർച്ചയായിട്ടും ഒരു സ്ലീപ്പർ സെല്ലായിട്ട് അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നക്സൽ ഡെസ്ക്, പിന്നെ ആൻഡ് ബാദു ഡെസ്ക്, അതാണ് ബാദു ഡെസ്ക് അല്ല. അപ്പോൾ ഇന്ത്യയിൽ എവിടെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ ആ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, ആ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഡെസ്കുകളും ഇനിയും ISI മിലിറ്ററി അവരുണ്ടാക്കണം. എന്നിട്ട് മാക്സിമം പ്രശ്നങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കണം എന്നാണ് ഇപ്പോൾ നടക്കുന്ന സംസാരം എന്ന് പറഞ്ഞത്. മുഖ്യതര മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് ഈ പറഞ്ഞ സോഷ്യൽ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്വിറ്ററിലൊക്കെ ഉണ്ടല്ലോ അവർ. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒന്നെങ്കിൽ റിട്ടയർഡ് ഇൻ്റലിജൻസ് ഓഫീസേഴ്സ്, അല്ലെങ്കിൽ റിട്ടയർഡ് മിലിറ്ററി ഓഫീസേഴ്സ്, അല്ലെങ്കിൽ ഡിഫൻസ് അനലിസ്റ്റ്, എക്സ്പേർട്സ്, ഇവരൊക്കെ ഒരേ സ്വരത്തിൽ അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടതിലും ഇല്ലെങ്കിൽ ശരി, പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ പറഞ്ഞ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ദശാബ്ദങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഖാലിസ്ഥാന വിഷയം നമുക്കറിയാം, കാശ്മീരിൻ്റെ വിഷയം അറിയാം, അതുപോലെ തന്നെ ഈ പറഞ്ഞ നാഗാലാൻഡ്, മണിപ്പൂർ, അതായത് നോർത്ത് ഈസ്റ്റിലെ പ്രശ്നങ്ങൾ, ആസാമിലെ, വെസ്റ്റ് ബംഗാളിലെ, പിന്നെ LTTEയുടെ പ്രശ്നങ്ങൾ ഇത്രയും നാളെ നമുക്ക് പാകിസ്ഥാൻ്റെ വലിയ റോളത്തിൽ ഉണ്ടായെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇതും അത് ട്രിഗർ ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇത് ശക്തമായിട്ടുള്ളൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയലോഗ്, ഈ നറേറ്റീവിനെ ബേസ് ചെയ്ത് ഒരു ഡയലോഗ് പാകിസ്ഥാനിൽ ശക്തമായി നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ആണ് നമുക്ക് ഇന്ത്യയുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു പോളിസിയുടെ ഭാഗത്തു നിന്ന് വന്നൊരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തന്നെയും, ഇത് തീർച്ചയായിട്ടും പാകിസ്ഥാനാണ് ഈ മീഡിയാസിനെ അവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പാകിസ്ഥാൻ്റെ ISI അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മീഡിയാസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ ISIയുടെ അല്ലെങ്കിൽ മിലിറ്ററിയുടെയും വോയിസായിട്ട് മാത്രമേ, ശബ്ദമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരെ ഇനിയും ആൻറ്റി ഇന്ത്യ ഓപ്പറേഷൻസ് കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇന്ത്യൻ ഭരണകൂടം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എവിടെ എപ്പോഴാണ് പണി കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ പഞ്ചാബിൽ, ഖാലിസ്ഥാൻ, അതുപോലെ തന്നെ കാശ്മീരിൽ, ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പാകിസ്ഥാനെ പ്രശ്നങ്ങൾ, ദശാബ്ദങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഖാലിസ്ഥാൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ അടുത്ത സമയത്ത് നമ്മൾ കേട്ടാണ് നമുക്ക്. കാരണം അതൊക്കെ ഒരിക്കലും ഇല്ല എന്നുള്ളൊരു സങ്കല്പത്തിൽ നമ്മൾ ഇന്ത്യക്കാർ ജീവിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും അത് സ്ലീപ്പർ സെല്ലായിട്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പരുവത്തിൽ, അല്ലെങ്കിൽ പര്യാപ്തമായ രീതിയിൽ ഈ പറഞ്ഞ ആൻറ്റി ഇന്ത്യ ഓപ്പറേഷൻസ് നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങൾ, സംവിധാനങ്ങളെല്ലാം അത് വളരെ വിജയമായിട്ട് അവരുടെ പക്കൽ അത് സേഫ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നക്സൽ നമ്മളധികം കേൾക്കാനില്ലെങ്കിൽ തന്നെ ഇപ്പോഴും നമ്മൾ പലയിടത്തും ചിലപ്പോഴൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. നമുക്ക് നക്സൽ അറ്റാക്ക് ഇന്ത്യൻ സേനയ്ക്കെതിരെ, അതായത് സംസ്ഥാനങ്ങളിലെ പോലീസിനെതിരെയോ അല്ലെങ്കിൽ CRPFനെതിരെയോ ഒക്കെ നക്സൽ അറ്റാക്കുകൾ നമുക്ക്, മണിപ്പൂരിലെ പ്രശ്നങ്ങൾ നമുക്ക്, നാഗാലാൻഡിലെ പ്രശ്നങ്ങൾ, ആസാമിലെ പ്രശ്നങ്ങൾ, ഇതൊന്നും കെട്ടടങ്ങി, അല്ലെങ്കിൽ കാശ്മീരിലെ പ്രശ്നം കെട്ടടങ്ങി എന്നുള്ളൊരു സന്തോഷത്തിലോ അല്ലെങ്കിൽ ഒരു സങ്കല്പത്തിലൊന്നും നമ്മൾ ജീവിക്കുക എന്നുള്ളത് നമുക്ക്, കാരണം ഇത് ഏത് സമയവും ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക്, കാരണം ചൈനയും പാകിസ്ഥാനും എല്ലാം വളരെ ശക്തമായിട്ട് ഈ വൾണറബിൾ ആയിട്ടുള്ള സ്പോട്ടുകൾ നമുക്കെതിരെ ഉപയോഗിക്കാൻ
അവർക്ക് സാധിക്കും. അത് ഇന്ത്യ ഭരണകൂടം എത്രത്തോളം പിന്നെ വിജിലൻ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവർ തമിഴ് ടൈഗർ ഡെസ്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇത്ര നമ്മൾ ആ വേലപ്പിള്ള പ്രഭാകരൻ്റെ പിന്നെ മരണത്തോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സിറ്റോടുകൂടി നമ്മൾ എൽ ടി ടിയുടെ പ്രശ്നങ്ങൾ എല്ലാം, കാരണം എൽ ടി ടി ഏറ്റവും കൂടുതൽ പ്രശ്നം ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ആയിരുന്നല്ലോ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എൽ ടി ടി ഡെസ്ക് ഉണ്ടാക്കണം, ഈ അതിനെ ട്രിഗർ ചെയ്ത് ഇന്ത്യക്കെതിരെ പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു വലിയൊരു സംസ്ഥാനം അവിടെ സംസ്ഥാനം അവിടെ നടക്കുന്നുണ്ട്. അപ്പം 2009 എൽ ടി ടി ഈ ലീഡറിനെ വേലപ്പിള്ള പ്രഭാകരനെ ശ്രീലങ്കൻ സേന ക്ലാഷിലെ വെടിവെച്ച് കൊന്നത്. അതിനുശേഷം എൽ ടി ടിയുടെ വലിയ ശല്യങ്ങൾ ശ്രീലങ്കയിലും ഇന്ത്യയിലൊന്നും ഇല്ല. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ ജുനഗഡ് എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ഒരു പിന്നെ എന്താണ് പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു. 48 അത് ഇന്ത്യയോട് ചേർത്തത്. അതുപോലെ തന്നെ നക്സൽ അഫക്റ്റഡ് ഏരിയാസിൽ ഒക്കെ തന്നെ ഇന്ത്യക്കെതിരെ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ആൻറ്റി ഇന്ത്യ ഓപ്പറേഷൻസ് എല്ലാം ശക്തമാക്കണം എന്നുള്ളൊരു പിന്നെ ശക്തമായിട്ടുള്ളൊരു നറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സംസ്ഥാനങ്ങളുടെ ഡയലോഗുകൾ പാകിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, പാകിസ്ഥാൻ്റെ ഭാഷയിലെ അവിടുത്തെ തീവ്രവാദികൾ, പക്ഷേ ബലൂചിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ ആസാദ് പാകിസ്ഥാൻ, നമ്മൾ പാകിസ്ഥാൻ നടത്തുന്നത് മിലിറ്റന്റ് അറ്റാക്ക് അല്ലെങ്കിൽ ടെററിസമായിട്ട് നമ്മൾ പറയുമ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അത് ആസാദ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ് അല്ലെങ്കിൽ പ്രക്ഷോഭമാണെന്നാണ്. അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ലിബറേഷൻ ആർമി എന്നാണ് പറയുന്നത്. അവരെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി, പാകിസ്ഥാൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്ന് അവരെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അപ്പോൾ അവർ പറയുന്നത് അവർ ആസാദിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് അവർ ഡിസിഡൻസ് അല്ലെങ്കിൽ ടെററിസ്റ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് പാകിസ്ഥാൻ്റെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിനെയും സെക്യൂരിറ്റി ഫോഴ്സിനെയൊക്കെ വളരെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ശക്തമായിട്ട് അവർ പിന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമുക്ക്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിരുന്നല്ലോ ഈ ബലൂചിസ്ഥാൻ ഈ ട്രെയിൻ ഹൈജാക്കും. അത് വളരെ വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ്റെ ഭാഗത്തുനിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് കേൾക്കുന്നുണ്ട്. പാകിസ്ഥാൻ പറയുന്നു അവർക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല, അവർ എല്ലാ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചു, അതുപോലെ തന്നെ എല്ലാ തീവ്രവാദികളെ അവർ എലിമിനേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷേ ബലൂചിസ്ഥാൻ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, അവർ സിവിലിയൻ പോപ്പുലേഷനെ മൊത്തം അവർ ഫ്രീ ആക്കിയിട്ട് പാകിസ്ഥാനി സെക്യൂരിറ്റി ഫോഴ്സിനെ, നൂറുകണക്കിന് വരുന്ന പാകിസ്ഥാൻ സെക്യൂരിറ്റി ഫോഴ്സിനെ അവർ പിന്നെ ഒന്നുകിൽ ബന്ദിയായിട്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട്, അല്ലെ അവരെല്ലാം എലിമിനേറ്റ് ചെയ്തെന്നാണ് ബലൂചിസ്ഥാൻ അവകാശപ്പെടുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്കിപ്പോഴും ലഭ്യമല്ല. കാരണം പാകിസ്ഥാൻ തീർച്ചയായിട്ടും കള്ളം പറയാൻ വളരെ പിന്നെ മിടുക്കും പ്രാവീണ്യം ഉള്ളതുകൊണ്ട് അവർ പറയുന്നത് എത്രത്തോളം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ബൈ ചെയ്യാൻ സാധിക്കുന്നുള്ളത് ഒരു വിഷയമാണ്. കാരണം അറിയാമല്ലോ പാകിസ്ഥാൻ എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള പ്രസ്താവനകളും മറുപടികളാണ് എപ്പോഴും അവർ തരുന്നത് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇതുപോലുള്ള ഈ കാര്യത്തിൽ അവർ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞ ബന്ദികളെയും അല്ലെങ്കിൽ ബന്ദികൾ പറഞ്ഞ സെക്യൂരിറ്റി ഫോഴ്സിനെ ഒക്കെ തീർച്ചയായിട്ടും കൊന്നൊടുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് തീർച്ചയായിട്ടും അവരുടെ മുഖം നഷ്ടപ്പെടും. അവർക്ക് അത് വലിയൊരു അവരെ സമ്മർദ്ദത്തിലാക്കും. അപ്പോൾ അവർ തീർച്ചയായിട്ടും തോൽവി സമ്മതിച്ചതിന് തുല്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പറയുന്നത് ഞങ്ങൾ ആണ് ഈ ഒരു പിന്നെ ഇൻസർജൻസിയിൽ ഞങ്ങളാണ് പാകിസ്ഥാൻ സെക്യൂരിറ്റിക്ക് ആണ് മേൽക്കൈ കിട്ടിയത്, ബന്ദികളെ മൊത്തം ഞങ്ങൾ മോചിപ്പിച്ച് ബലൂചിസ്ഥാൻ ടെററിസ്റ്റിനെ എല്ലാം ഞങ്ങൾ കൊന്നൊടുക്കിയെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം ഇതുവരെ നമുക്കങ്ങോട്ട് അത് ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം പാകിസ്ഥാൻ്റെ ISIയും മിലിറ്ററി എല്ലാം പറയുന്ന ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിൽ. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും അവർക്ക് നൽകുവാനോ അല്ലെങ്കിൽ മറ്റാർക്കും തന്നെ നൽകുവാനോ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യ എപ്പോഴും പതുപോലെ നമ്മൾ പാകിസ്ഥാൻ്റെ ഈ അലിഗേഷൻസ്, ഈ ആരോപണങ്ങൾ എപ്പോഴും നമ്മൾ അതിനെ ഡിനൈ ചെയ്യാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അത് തീർച്ചയായിട്ടും അത് ശരിയല്ല, പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നത് ഫോൾസായിട്ടുള്ള പ്രൊപ്പഗണ്ടയാണ്. പാകിസ്ഥാൻ്റെ ജനങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ് അതെന്നാണ് ഇന്ത്യയുടെ വാദം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ISIയുടെ ക്ലെയിം, ഈ പറഞ്ഞ ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ സഹായിക്കുന്നതും ഫണ്ട് ചെയ്യുന്നതും ഇതിൻ്റെ പ്ലാനർ
റോ ആണെന്നൊക്കെ ഉള്ളത് ബലൂചിസ്ഥാൻ BLA പോലും സമ്മതിച്ചിട്ടില്ല, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് അവർ എൻഡോസ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പൊതുവെയുള്ള അനലിസ്റ്റുകൾ, ഡിഫൻസ് അനലിസ്റ്റും സെക്യൂരിറ്റി അനലിസ്റ്റും, അത് ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെയുള്ള, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള, സോറി പാകിസ്ഥാന് പുറത്തുള്ള ഈ പറഞ്ഞ ഡിഫൻസ് അനലിസ്റ്റൊക്കെ തന്നെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അനലിസ്റ്റൊക്കെ തന്നെ ഇപ്പോഴും അവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിനെക്കുറിച്ച്, പാകിസ്ഥാൻ പറയുന്നതാണോ ശരി അതല്ലെങ്കിൽ മറുഭാഗത്തെ ബലൂചിസ്ഥാൻ പറയുന്നതാണോ ശരി എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പക്ഷേ പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങൾ അത്ര, കാരണം നമുക്ക് പല അടയാളങ്ങളും എവിഡൻസുകളും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങൾ അത്ര ക്രെഡിബിൾ അല്ലെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രൊ ഈ ഇത്രയും ഡെസ്കുകളെ രൂപീകരിക്കണം, അപ്പോൾ ആൻറ്റി ഇന്ത്യ ഓപ്പറേഷൻസ് ശക്തമാക്കണം എന്നൊക്കെ ഉള്ളത്, അത് നമുക്ക് നിസ്സാരമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ ഭരണകൂടത്തിനും അതുപോലെ തന്നെ ഇന്ത്യയിലെ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്കോ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. കാരണം അത് ഇന്ത്യയിൽ അവർ കൂടുതൽ അവസരം കിട്ടുമ്പോൾ ഇന്ത്യയിലെ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ്സ്, വിഘടനവാദ പ്രവർത്തനങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുവാൻ കാരണം പാകിസ്ഥാൻ നമുക്ക് തീർച്ചയായിട്ടും ഒരു രീതിയിലും നമുക്ക് അണ്ടർമൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. എഴുതി തള്ളുവാൻ പറ്റുന്ന ഒരു രാജ്യമോ അല്ലെങ്കിൽ സംവിധാനമോ അല്ല പാകിസ്ഥാൻ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം അവരുടെ ISI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് വിങ്ങാണ്. അതുപോലെ തന്നെ അവരുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റും അത്ര മോശമൊന്നുമില്ല. കാരണം ഇന്ത്യക്ക് ഒരിക്കലും നമ്മളുടെ വിജിലൻസ് അല്ലെങ്കിൽ നമ്മളുടെ സുരക്ഷയിലുള്ള നമ്മുടെ ശ്രദ്ധ ഒരിക്കലും നമുക്ക് കുറയ്ക്കുവാനോ താഴ്ത്തുവാനോ സാധിക്കത്തില്ല. പാകിസ്ഥാനെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളുവാനോ അണ്ടർമൈൻ ചെയ്യാനോ അണ്ടർറൈറ്റ് ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് വളരെയധികം കെയർഫുള്ളായിട്ട് നമ്മളുടെ സുരക്ഷാ കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് എടുത്തില്ലെങ്കിൽ നമുക്ക് കനത്ത വില നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഖാലിസ്ഥാൻ ഡെസ്ക്, കാശ്മീർ ഡെസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇന്ത്യയെ കൂടുതൽ ബ്ലീഡ് ചെയ്യാനും ഡീസ്റ്റെബിലൈസ് ചെയ്യാനും അവർക്ക് വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം 1980-കളിലും അതുപോലെ തന്നെ 90-കളിലും ഒക്കെ തന്നെ ഈ പറഞ്ഞ ഈ വിഘടനവാദ പ്രവർത്തനങ്ങൾ, കാശ്മീർ, ഖാലിസ്ഥാനൊക്കെ അതിൻ്റെ പീക്കിലായിരുന്നൊരു സമയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യ അതിനെ ശക്തമായിട്ടൊക്കെ ഒത്തിരി വില കൊടുത്താണെങ്കിലും നമുക്കതിനെ നേരിടുവാനും അല്ലെങ്കിൽ അതിനെയൊക്കെ പിന്നെ എൻഗേജ് ചെയ്യാനും സെക്യൂരിറ്റി വൈസും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വൈസും ഒക്കെ നമുക്കതിനെ എൻഗേജ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം കാശ്മീർ ഇപ്പോൾ ഏകദേശം ഒരു സ്റ്റെബിലിറ്റി ആയിട്ടുണ്ട്. ഇപ്പം വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. എന്നിരുന്നാലും അത് ഇപ്പോഴും നമുക്കതിനകത്തിൽ നിന്ന് ഒരു എന്താ പറയുന്നത്, അതിൽ നിന്ന് നമ്മൾ മുക്തി നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കത്തില്ല. കാരണം പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും നമ്പർ 1 അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക. ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ അവരുടെ എക്സിസ്റ്റൻസിനെ അവർക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നും എപ്പോഴും അവരുടെ അജണ്ടയിൽ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ ഏത് വിധേനയും മുൾമുനയിൽ നിർത്തുക, ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ അവരുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്രയും നാളും കാശ്മീരിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇന്ത്യ പാകിസ്ഥാനാണെന്ന് പറയുമ്പോഴും അതിനെല്ലാം സർവശക്തിയോടും കൂടി പിന്നെ നിരസിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഒരു നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നാഗാലാൻഡ്, മണിപ്പൂർ ഇതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ പാകിസ്ഥാൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല. പാകിസ്ഥാന് ചൈനയുടെ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. വെസ്റ്റ് ബംഗാൾ ഡെസ്ക്, ജുനാഗഡ് ഡെസ്ക് ഇതെല്ലാം ഈ പറഞ്ഞ ഏരിയയിലെ അൺട്രസ്റ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പ്രശ്നബാധിത പ്രദേശങ്ങളായിട്ട് മാറ്റിയെടുക്കാനും പാകിസ്ഥാന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട് ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും നമ്മുടെ സമാധാനം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ മുൻകൈ എടുക്കുവാനും അല്ലെങ്കിൽ അതിനെ ലീഡ് ചെയ്യാനും അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ ടൂൾസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നക്സൽ, ഡെസ്ക്, മാവോയിസ്റ്റ്, അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ആഭ്യന്തരമായിട്ട്. അപ്പോൾ ഇന്ത്യക്ക് സാമ്പത്തികമായിട്ട് വളർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നബാധിത പ്രദേശങ്ങൾ, വിഘടനവാദ പ്രവർത്തനങ്ങൾ, ഡീസ്റ്റെബിലൈസേഷൻ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വികസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ പാകിസ്ഥാൻ്റെ അജണ്ട അതിനാണ് ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുന്ന പാതയിൽ നിന്ന് ഇന്ത്യയെ വ്യതിചലിപ്പിക്കുക, എപ്പോഴും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇന്ത്യക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ഇന്ത്യയുടെ മൊത്തം റിസോഴ്സും ഊർജ്ജവും എല്ലാം
പാകിസ്ഥാന്റെ മേളിൽ കോൺസെൻട്രേറ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മളെ നിർത്തുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ നമ്പർ 1 അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ അവർ ഏറെക്കുറെയൊക്കെ ഇത്രയും നല്ല വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു വിഷയം അത് തന്നെയാണ്. കാരണം അയൽ നമ്മുടെ അയൽവക്കത്ത് ഇങ്ങനെ ഒരു രാജ്യം, നമ്മളുമായിട്ട് ഒരു രീതിയിലും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു രാജ്യം, അല്ലെ അതിന് താല്പര്യമില്ലാത്തൊരു രാജ്യം. ഇപ്പോൾ ചൈനയും കൂടെ, ചൈന പാകിസ്ഥാൻ കോംബോ ആണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ നമുക്കെതിരെ ശക്തമായിട്ട് നിലകൊള്ളുമ്പോൾ നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങളെ മുൻനിർത്തി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് രാജ്യത്ത് പിന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം. നമ്മുടെ ഭരണത്തിലൊക്കെ സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷേ അതിനപ്പുറം നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വികാരം സൃഷ്ടിക്കുന്ന പരിപാടികൾ ഡിസൈൻ ചെയ്യുക, പ്ലാൻ ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ മുഖ്യ അജണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അവർ തീർച്ചയായിട്ടും ഇനിയും ആം, ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം അവരത് മുമ്പോട്ട് ചെയ്തുകൊണ്ട് പോകും. അതിനുവേണ്ടിയാണ് ഈ പലതരത്തിലുള്ള ഡെസ്കുകൾ കൂടുതൽ ഊർജിതമാക്കണമെന്നും, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ശക്തമായിട്ട് അതിൽ പാകിസ്ഥാന്റെ ISIയും മിലിറ്ററിയും കോൺസെൻട്രേറ്റ് ചെയ്യണം, ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നടക്കുന്ന അവരുടെ രാജ്യത്ത് നടക്കുന്ന ഈ പറഞ്ഞ ചർച്ചകൾ അല്ലെങ്കിൽ ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, നമ്മളുടെ രാജ്യം വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ സുരക്ഷയിൽ ബോധമുള്ള അല്ലെങ്കിൽ വിജിലൻ്റ് ആയിരിക്കണം എപ്പോഴും. നമുക്ക് പാകിസ്ഥാനെ ഒരു രീതിയിലും അണ്ടർറൈറ്റ് ചെയ്യാനോ എന്ന് വെച്ചാൽ എഴുതിത്തള്ളാനോ, അല്ലെങ്കിൽ ഇനി പാകിസ്ഥാന് വളരെ ആഭ്യന്തരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ്, ഇനി നമുക്കെതിരെ ഒരു രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാന് കഴിയത്തില്ല എന്നൊക്കെയുള്ള ധാരണയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് മടയത്തരമായിരിക്കും. അത് തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി തിരിച്ചടികളും അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഇത്രയും ആണ് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ബലൂചിസ്ഥാൻ ട്രെയിൻ ഹൈജാക്കിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഈ പാകിസ്ഥാൻ ബാക്ക്ഡ് ഡിഫൻസ് അനലിസ്റ്റ് എന്നാണ്, എന്നുവെച്ചാൽ അവിടുത്തെ രാജ്യത്ത് അപ്പോൾ അത് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെ. കാരണം അവരുടെ സർവീസിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ല, കാരണം അത് സ്റ്റേറ്റിന്റെ സീക്രട്ട് ആണെങ്കിൽ അവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്ന് പുറത്തു പോയ റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെ എക്സ് ഇന്റലിജൻസ് ഓഫീസേഴ്സോ എക്സ് മിലിറ്ററി ഓഫീസേഴ്സോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ISIയുടെ തലവന്മാരായിട്ടുള്ള എക്സ് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെ അവരുടെ മുഖ്യധാരയിൽ വന്നുകൊണ്ട് ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക്. പക്ഷേ അതല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ISIയുടെയും മിലിറ്ററിയുടെയും വോയിസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. അപ്പം ഇത് ഒരു യഥാർത്ഥ റിയൽ കാര്യം തന്നെയാണ്. അവർ ആന്റി ഇന്ത്യ ഓപ്പറേഷൻസ് ഇനിയും വരുന്ന കാലങ്ങളിൽ വളരെ ശക്തമാക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പാകിസ്ഥാൻ സ്റ്റേറ്റിന്റെ ഒരു പോളിസി ആയിട്ട് മാറും, അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്റ്റേറ്റിന്റെ ഒരു പോളിസി ആകാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഇന്ത്യൻ ഭരണവ്യവസ്ഥ തീർച്ചയായിട്ടും 24/7 വിജിലൻ്റ് ആയിരിക്കണം. കാരണം ഏത് സമയത്തും ഏത് ഭാഗത്തും ഇന്ത്യയുടെ ഏത് തരത്തിലുള്ള പിന്നെ ഈ പറഞ്ഞ ഡീസ്റ്റെബിലൈസേഷൻ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള ഇൻസർജൻസി, തീവ്രവാദ ആക്രമണങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും വിജിലൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.